വീഡിയോ എടുത്തപ്പോൾ വിചാരിച്ച ഒരു 10-11 മണിക്കുള്ളിൽ ഇടണമെന്നാണ്. പക്ഷേ ഒന്നും നടന്നില്ല. എനിക്കൊരു 10 മണിയായപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴോ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് പൊട്ടൻ്റെ ലോട്ടറി അടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വളരെ വ്യക്തവും ശക്തവുമായിട്ട് നാളെ പറയാം. അപ്പം നമുക്ക് ഇന്നത്തേതിലോട്ട് കിടക്കാം. രാവിലത്തെ അത്താഴത്തിന് പുട്ടും പഴവും ചായയായിരുന്നു. ഉമ്മ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് ഗുളിക കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ 3:30 ആകുമ്പോൾ കഴിക്കും. ഞാൻ 4 മണിക്ക് എണീറ്റ് അതിന് ശേഷമേ കഴിക്കത്തുള്ളൂ. ഞങ്ങളതുകൊണ്ട് 2 പേര് 2 സമയത്താണ് കഴിക്കുന്നത്. ഉമ്മ കഴിച്ച് ഒതുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ കണക്കിന് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഞാൻ എണീറ്റ് കഴിക്കുന്നത്. എനിക്ക് അത്താഴം കഴിക്കുന്ന ഇഷ്ടമല്ല. മുമ്പൊക്കെ ഞാൻ അത്താഴം കഴിക്കാതെ പിടിക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചുകൂടാ പാവമാണെന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ ഈ അത്താഴം കഴിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ വെളുപ്പിനെ എണീച്ച് കുറേ വെള്ളം അങ്ങോട്ട് മട്ട കുടിച്ചിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുന്ന നീസൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ശീലം. വെളുപ്പാകാലൊന്നും കഴിച്ച ഫുഡൊന്നും ഇറങ്ങത്തില്ല. ഇന്നലെ അതൊരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റാണ്. ഇന്നലെ അത് നേരിട്ടല്ല, അത് ഇൻസ്റ്റഗ്രാം ത്രെഡിൽ വന്ന കമൻറ്റാണ് കേട്ടോ. തോന്നുന്നത് ഞാൻ ഇന്നലെ ഇടിയപ്പം 2 എണ്ണം കഴിച്ചില്ല, ബാക്കി വെച്ച വീഡിയോ പറഞ്ഞാൽ എൻ്റെ ഈ തടി കാണുമ്പോൾ അറിയാമല്ലോ ഒരു 15-20 എണ്ണം കഴിച്ചിട്ടുണ്ടാവുന്നു. പകലാണെങ്കിലും വേണ്ടില്ല, ഈ വെളുപ്പാങ്കാലം 15-20 എണ്ണമൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ അത്താഴമൊക്കെ എണീറ്റ് കഴിച്ച് നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്കിത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ കഴിച്ചെന്ന് പറയാൻ പറ്റില്ല, പകുതിയെ കഴിച്ചോളൂ, ബാക്കി കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാങ്കൊക്കെ കേട്ട് നിസ്കരിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് ഇറങ്ങി. കാരണം ഇന്ന് റംസാൻ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ സ്കൂളിൽ വിടുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അവന് ലഞ്ച് റെഡിയാക്കുന്നതാണ്. അവൻ ഇന്നലെ ഒരു ലെഗ് പീസ് എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആശാന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പം അതെടുത്ത് അങ്ങോട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ പാലാട നമ്മൾ ഇന്നലെ കുറച്ചധികം അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും പാലാടേൻ്റെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ കയ്യിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അവന് പാലാടുള്ള ദിവസം പാലാടാണ് ഇഷ്ടം. അപ്പം ഇത് നൈസ് ആയതുകൊണ്ട് 2-3 കഴിച്ച വയറ് വീക്കത്തിൽ അതുകൊണ്ട് 4 എണ്ണം കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും 2-3 പീസ് ചിക്കൻ കറിയൊക്കെ ആയിട്ട് ലഞ്ച് പാക്ക് ചെയ്തു. സ്നാക്സിന് കേക്ക് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അതും എടുത്ത് ആശാനും ബസ് കയറ്റി വിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് BBC